കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാൽക്കുളമേട് ഭാഗത്തെ കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 51 അംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ആൽപ്പാറ പൊരിമറ്റം ഹാളിൽ നടന്ന ജനകീയ കമ്മിറ്റി രൂപീകരണത്തിന് CPIM ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു നേതൃത്വം നൽകി. 50 വർഷക്കാലമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാൽക്കുളം ഭാഗത്ത് ജീവിക്കുന്ന കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 51 അംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. കഴിഞ്ഞ ദിവസം പാൽക്കുളം ഭാഗത്ത് 50 വർഷക്കാലമായി കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന കൂത്തനാവള്ളി നിജോ പോളിന്റെ വീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ട് നശിപ്പിച്ച് വീടിന്റെ മേൽക്കൂര ആക്രിക്കടയിൽ വിറ്റത് വിവാദമായിരുന്നു. ഇതേ തുടർന്നാണ് പാൽക്കുളം ഭാഗത്തെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. ആൽപ്പാറ പോത്തൈൻ സിറ്റി പൊരിമറ്റം ഹാളിൽ നടന്ന ജനകീയ കമ്മിറ്റി രൂപീകരണത്തിൽ അപ്പുക്കുട്ടൻ KC അധ്യക്ഷത വഹിച്ച യോഗം CPIM ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു ഉദ്ഘാടനം ചെയ്തു. പാൽക്കുളമേട് ഭാഗം നമുക്കറിയാം, ഏതാണ്ട് 1970 മുതൽ ആൾക്കാർ ഇവിടുത്തെ കൃഷിക്കാർ ഭൂമി വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തിരുന്ന മേഖലയാണ്. എന്നാൽ ഇടക്കാലം കൊണ്ട് നമ്മുടെ കൃഷിക്കാരെല്ലാം മൃഗങ്ങളുടെ ശല്യമെല്ലാം വന്നപ്പോഴാണ് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ അവരുടെ എല്ലാം കൃഷിഭൂമി ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ് ഏതാണ്ട് 10-15 വീട്ടുകാരാണ് ആ മോള് പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കുട്ടികൾ സ്കൂളിൽ പഠിച്ചതും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അവരുടെ ഉപജീവന മാർഗമെല്ലാം അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ഭൂമിയിൽ നിന്നും ആദായമെടുത്താണ് അവിടെ അവർ ജീവിച്ചത്. കർഷക സംഘം മേഖലാ സെക്രട്ടറി ബിജു ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച് എബിൻ ജോസഫ്, അഗസ്റ്റിൻ സേവ്യർ, ശശി ചിറക്കൽ എന്നിവർ സംസാരിച്ചു. ജോഷി മാത്യു ചെയർമാനും നിജോ പോൾ കൺവീനറായും 51 അംഗ ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.